സമ്പത്തിനെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുവാൻ വേണ്ടി 10-ലധികം മൈൻഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ നിലവിലുണ്ടല്ലോ. വിഷ്വലൈസേഷൻ, വിഷൻ ബോർഡ്, ധ്യാനം എന്നിങ്ങനെ ഒട്ടനവധി രീതികളുണ്ട്. ഇതിലെല്ലാം തന്നെ ആത്മാവിന്റെ ഭാഗമായിരിക്കുന്ന ഈ ശരീരത്തെ അതിന്റെ സൂക്ഷ്മതലത്തിലേക്ക് സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തകളിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് നമ്മുടെ ഈ കാരണ ശരീരത്തിന്റെ സൂക്ഷ്മതലത്തിലൂടെ ചിന്തകളിലൂടെ വ്യക്തമാക്കിക്കൊണ്ട് അത് സ്ഥൂല തലത്തിൽ ഭൗതിക തലത്തിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ ഗ്രന്ഥകാരൻ നമുക്ക് പറഞ്ഞു തരുന്നതും. അതുകൊണ്ട് തന്നെ ഏത് പാലങ്ങളാണെങ്കിലും കെട്ടിട സമുച്ചയങ്ങളാണെങ്കിലും റോഡുകളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് സൃഷ്ടിക്കുന്ന വ്യക്തിയുടെ ആ ചിന്തയിലേക്ക് സൂക്ഷ്മതലത്തിലേക്ക് ആദ്യം അത് ഉണ്ടായെങ്കിൽ മാത്രമേ അത് സ്ഥൂല തലത്തിൽ ഭൗതിക തലത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സമ്പന്നനാകുവാൻ തീർച്ചയായിട്ടും കഴിയുക തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടിപ്പ് ഇതിനായിട്ട് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നോട്ടുകളെ കയ്യിൽ ഇത്തരത്തിൽ ചേർത്ത് പിടിക്കുക. എന്നിട്ട് വളരെയധികം സ്നേഹത്തോടുകൂടി, വളരെയധികം പ്രണയത്തോടുകൂടി എന്ന് തന്നെ വേണമെങ്കിലും പറയണം, ഈ നോട്ടുകളെ ഇത്തരത്തിൽ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി പ്രണയത്തോടുകൂടി ഈ നോട്ടുകളെ നോക്കിക്കൊണ്ട് ഐ ലവ് മണി, മണി ലവ്സ് മീ, ഐ ലവ് മണി, മണി ലവ്സ് മീ, ഐ ലവ് മണി, മണി ലവ്സ് മീ എന്ന് നിരന്തരം പറയുക, ആവർത്തിച്ച് പറയുക. ഒരു കാര്യം വ്യക്തമായും ശ്രദ്ധിക്കുവാനുള്ളത്, ഇത്തരത്തിൽ നോട്ടുകൾ എടുക്കുമ്പോൾ ആ നോട്ടുകളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ 2 നോട്ട്, എത്ര നോട്ടുകൾ വേണമെങ്കിലും ചേർത്ത് വെക്കാം. ഇത്തരത്തിൽ നോട്ടുകൾ ചേർത്ത് പിടിക്കുമ്പോൾ നോട്ടുകൾക്കുള്ളിൽ നിന്ന് ഇത് ചേർന്ന് വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കുവാൻ പറ്റും. തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. കണ്ണടച്ച് ഒരു 3 സെക്കൻഡുകൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ നോട്ടുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദമുണ്ടല്ലോ, അത് വ്യക്തമായിട്ട് ചെവികൾ കൊണ്ട് കേൾക്കുവാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ നോട്ടുകളിൽ നിന്നുള്ള ഒരു ഗന്ധമുണ്ട്. ഈ ഗന്ധത്തെ വളരെ പ്രണയത്തോടുകൂടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണുന്നതിനോട് തുല്യമായി തന്നെ അല്ലെങ്കിൽ അതിലും ഇരട്ടിയായി തന്നെ കണ്ടുകൊണ്ട് ഈ നോട്ടുകളെ നമ്മുടെ നാസാരന്ധ്രങ്ങളിൽ കൂടി മൂക്കുകളിൽ കൂടി ഇതിലെ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുക. അതിനുശേഷം നോട്ടുകളെ നോക്കിക്കൊണ്ട് കണ്ണുകളിൽ കൂടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് വേണമല്ലോ ഒരു കാര്യത്തെ നമ്മൾ ഉള്ളിലേക്ക് ആവാഹിക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ പ്രണയത്തോടുകൂടി, വളരെ സ്നേഹത്തോടു കൂടി ഈ നോട്ടുകളെ എടുത്തുകൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐ ലവ് മണി, മണി ലവ്സ് മീ, 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 ഐ ലവ് മണി നിരന്തരമായിട്ട് പറയുക. എത്രയധികം തവണ പറയുന്നുവോ അത്രയധികം തവണ ഈ എനർജി, ഈ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ഊർജം തന്നെയാണല്ലോ. ഈ ഊർജത്തിലേക്ക്, ആ ഊർജത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് എപ്പോൾ നമ്മുടെ തരംഗങ്ങളെ, നമ്മുടെ ചിന്താ തരംഗങ്ങളെ നമുക്ക് ഉയർത്തുവാൻ കഴിയുന്നുവോ ആ നിമിഷം ഈ സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നിരിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഐ ലവ് മണി, മണി ലവ്സ് മീ, നമുക്കും സമ്പന്നനാകാം.